Hi all, welcome to Edus Academy. അപ്പോൾ നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങളുടെ ലാസ്റ്റ് ലാബ് പ്രിപ്പറേഷൻ ഒക്കെ നടക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ DME സ്റ്റാഫ് നഴ്സിന്റെ ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യേന കുറച്ച് ആൾക്കാരാണ് അല്ലേ? സാധാരണ അപ്ലൈ ചെയ്യുന്നതിലും ഒരുപാട് കുറച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം സാധാരണ അപ്ലൈ ചെയ്യുന്നതിന്റെ പകുതിയോളം ആൾക്കാർ മാത്രമേ ഇപ്രാവശ്യം DME സ്റ്റാഫ് നഴ്സ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷം നിങ്ങളുടെ ഒരു വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ഇന്റൻസീവായിട്ട് നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജിയൊക്കെ കൊണ്ടുപോവുകയാണ് എങ്കിൽ, അതായത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ പോരാ, നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ സ്മാർട്ടായിട്ടൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇത്തവണ പണി കിട്ടും, അല്ലെങ്കിൽ ഇത്തവണ നമുക്ക് ഉറപ്പായിട്ട് ജോലിക്ക് കയറാനായിട്ട് കഴിയും. അതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ, കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിനകത്ത് വളരെ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയ ഒരു കാര്യമാണ്, അതായത് തിയറീസും തിയറിസ്റ്റും സാധാരണ ചോദിക്കുന്നതാണ്, പ്രത്യേകിച്ച് സൈക്കോളജി, എഡ്യൂക്കേഷൻ മാനേജ്മെന്റിലൊക്കെ ഉള്ള തിയറീസ് തിയറിസ്റ്റ് ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. സോ അത് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതിന്റെ പേരിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്കറിയാം സൈക്കോളജിയിലെ സൈക്കോ അനലിറ്റിക് തിയറി അല്ലെ, സൈക്കോ അനലിറ്റിക് തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ബിഹേവിയർസ് ആണെങ്കിൽ നമുക്കറിയാം BF സ്കിന്നർ, കൂടാതെ ജോൺ വാട്സൺ, ഇവാൻ പാവ്ലോ. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. ബിഹേവിയറിസം BF സ്കിന്നർ, പിന്നെ ജോൺ വാട്സൺ, ഇവാൻ പാവ്ലോ. പിന്നെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി കേട്ടോ. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ആരാണ്? ജീൻ പിയാഷെ അല്ലെ, ജീൻ പിയാഷെ ആണ് നമ്മുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. സോഷ്യൽ ലേണിംഗ് തിയറി കേട്ടോ, സോഷ്യൽ ലേണിംഗ് തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ആൽബർട്ട് ബെൻഡൂരയാണ്. ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജി ആണെങ്കിലോ അബ്രഹാം മാസ്ലോ, കൂടാതെ കാൾ റോജേഴ്സ് കേട്ടോ. കാൾ റോജേഴ്സ്, അബ്രഹാം മാസ്ലോ ആണ് ഈ ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജി എന്ന തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ആണെങ്കിലോ ആരോൺ ബെക്ക് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ആരോൺ ബെക്ക് ആണ്. ട്രാൻസാക്ഷണൽ അനാലിസിസ് എറിക് ബേൺ ആണ്. മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു തിയറിയാണ് അല്ലെ. എന്താണ്? അബ്രഹാം മാസ്ലോ ആണ് ഈ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെ. ഇമ്പോർട്ടന്റ് ആണ്, സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സോഷ്യോ കൾച്ചറൽ തിയറി ലവ് വൈഗോട്സ്കൈ കേട്ടോ. വൈഗോട്സ്കൈ ആണ് സോഷ്യോ കൾച്ചറൽ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റാൾട്ട് സൈക്കോളജി ആണെങ്കിൽ കട്ട് കോഫ്ക, കൂടാതെ മാക്സ് വെർത്തീമർ കേട്ടോ. മാക്സ് വെർത്തീമർ, കട്ട് കോഫ്ക ആണ് ഈ ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡിസോണൻസ് കേട്ടോ. തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡിസോണൻസ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ലിയോൺ ഫെസ്റ്റിഞ്ചർ കേട്ടോ. ലിയോൺ ഫെസ്റ്റിഞ്ചർ ആണ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡിസോണൻസ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പറന്റ് കണ്ടീഷൻ ആണെങ്കിൽ BF സ്കിന്നർ കേട്ടോ. BF സ്കിന്നർ ആണ് ഈ തിയറി ഓഫ് ഒപ്പറന്റ് കണ്ടീഷനിങ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ സൈക്കോളജിയിലെ ഏകദേശം തിയറീസ് കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് നോക്കുന്നത് എഡ്യൂക്കേഷനിലെ തിയറീസും പിന്നെ തിയറിസ്റ്റും ആണ്. കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി ആണെങ്കിൽ ലവ് വൈഗോട്സ്കിയും, കൂടാതെ ജെറോം ബ്രൂണർ കേട്ടോ. ജെറോം ബ്രൂണറും ലവ് വൈഗോട്സ്കിയും ആണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആണെങ്കിൽ ഹൊവാർഡ് ഗാർഡ്നർ കേട്ടോ. ഹൊവാർഡ് ഗാർഡ്നർ ആണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ബിഹേവിയറിസ്റ്റ് ലേണിംഗ് തിയറി ആണെങ്കിൽ BF സ്കിന്നർ കേട്ടോ. ബിഹേവിയറിസ്റ്റ് ലേണിംഗ് തിയറി ആണെങ്കിൽ BF സ്കിന്നർ ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി ഡേവിഡ് കോൾബ് കേട്ടോ. ഡേവിഡ് കോൾബ് ആണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ബ്ലൂംസ് ടാക്സോണമി നമുക്കറിയാം അല്ലെ, ബെഞ്ചമിൻ ബ്ലൂം ആണ് ബ്ലൂംസ് ടാക്സോണമി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ജീൻ പിയാഷെ ആണ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, അതായത് നമ്മൾ അടുത്ത് ഉള്ള കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കും എന്ന് പറയുന്നത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ലവ് വൈഗോട്സ്കൈ ആണ്. സോഷ്യൽ ലേണിംഗ് തിയറി കേട്ടോ. സോഷ്യൽ ലേണിംഗ് തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ആൽബർട്ട് ബെൻഡൂര ആണ്. കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചിങ് തിയറി ആണെങ്കിൽ ജെറോം ബ്രൂണർ ആണ്. ഡിസ്കവറി ലേണിംഗും ജെറോം ബ്രൂണർ തന്നെയാണ്. ഹ്യൂറിസ്റ്റിക് ലേണിംഗ് ജീൻ പിയാഷെ കേട്ടോ. ജീൻ പിയാഷെ ആണ് ഹ്യൂറിസ്റ്റിക് ലേണിംഗ് തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ലോറൻസ് കോൾബർഗ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് അഡൽട്ട് ലേണിംഗ് അല്ലെങ്കിൽ ആൻഡ്രഗോഗിയുടെ പ്രിൻസിപ്പിൾസ് പ്രപ്പോസ് ചെയ്തത് മാൽക്കം നോളീസ് കേട്ടോ. മാൽക്കം നോളീസ് ആണ് ആൻഡ്രഗോഗിയുടെ ആൻഡ്രഗോഗിയുടെ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. മോണ്ടസറി മെത്തേഡ് നമുക്ക് അറിയാലേ, നമ്മൾ പല പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞാണ്. മരിയ മോണ്ടസോറി ആണ് ഈ മോണ്ടസോറി മെത്തേഡ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ളതാണ്. സാധാരണ നമ്മുടെ കുട്ടികൾക്കൊക്കെ സാധാരണ തെറ്റിപ്പോകുന്ന ഒരു ഏരിയ ആണ്. ഹ്യൂമൻ റിലേഷൻ തിയറി എൽട്ടൺ മേയോ ആണ്.
തിയറി ഓഫ് ബ്യൂറോക്രസി മാക്സ് വെബർ. ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് തിയറി ജെയിംസ് മെഗ്രിഗർ ബേൺസ് ആണ്. തിയറി എക്സ് ആൻഡ് തിയറി വൈ ഡഗ്ലസ് മെഗ്രിഗർ കേട്ടോ. ഡഗ്ലസ് മെഗ്രിഗർ ആണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എഡ്വാർഡ്സ് ഡെമിങ് കേട്ടോ. എഡ്വാർഡ് ഡെമിങ് ആണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. എഡ്വാർഡ് ഡെമിങ് ആണ്. നെക്സ്റ്റ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് ആരാണ്? മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് പീറ്റർ ഡ്രക്കർ കേട്ടോ. പീറ്റർ ഡ്രക്കർ ആണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. സിസ്റ്റംസ് തിയറി ആണെങ്കിലോ ബെർട്ടാൻ ഫീ അല്ലെങ്കിൽ പീറ്റർ സെഞ്ച് കേട്ടോ. പീറ്റർ സെഞ്ചും ബെർട്ടാൻ ഫ്രൈയും ആണ് നമ്മുടെ സിസ്റ്റംസ് തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. പാത്ത് ഗോൾ തിയറി റോബർട്ട് ഹൗസ് ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് തിയറി മാക്സ് വെബർ കേട്ടോ. ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് തിയറി മാക്സ് വെബർ ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ആരാണ്? പീറ്റർ ഡ്രക്കർ അല്ലെ. പീറ്റർ ഡ്രക്കർ ആണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മുടെ സൈക്കോളജി കൂടാതെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്നൊക്കെ പ്രധാനപ്പെട്ട തിയറി അതിന്റെ പ്രൊപ്പോണൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഒരു വളരെ കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. സോ ഇതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏരിയാസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ ഉറപ്പായിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. ഞാൻ മുന്നിൽ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. അപ്പോൾ ഞാൻ നിർത്തുന്നു. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള ടോപ്പിക്സ് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വരുന്ന ദിവസങ്ങളിൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും.